ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിൻ്റെ പാപത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി അവതരിച്ചു. അവൻ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നുമത്രേ. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കണമെന്ന് അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിച്ചു. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും ആയിരുന്നതിനാൽ പേരെഴുതിക്കാനായി പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടി യൂദയായിലെ പട്ടണമായ ബത്ലഹേമിലേക്ക് പോയി. സത്രങ്ങളിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഒടുവിൽ മറിയം തൻ്റെ പ്രിയപുത്രനെ എളിമയുടെ പ്രതീകമായ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിൽ പ്രസവിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാം. വചനത്തിലൂടെയും ദൈവകൽപ്പനയുടെ അനുസരണത്തിലൂടെയും കൂദാശകളിലൂടെയും നമ്മുടെ ഹൃദയത്തെ എളിമയുടെ പുൽക്കൂടായി ഉണ്ണീശോയെ സ്വീകരിക്കാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കൊരുങ്ങാം.